പാർട്ടിയുടെ അംഗത്വം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതില്ലാതിരുന്ന ഒരു 4 വർഷക്കാലം ആരൊക്കെ നമ്മൾ അവഗണിച്ചാലും നമ്മൾ ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പിണറായിയുടെ ഇടപെടലാണോ അംഗത്വം തിരിച്ചു കിട്ടുന്നത്? ഗോവിന്ദ മാഷ് തന്നെയാണ് അതിനകത്തൊരു പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടും, പക്ഷേ അതൊരു ആ രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വേറെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. മധുര പ്രതികാരമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ആ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ എത്തിയത്. ആരെയും കണ്ടുകൊണ്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നുമില്ല ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. തല്ലിപ്പൊളി മകൻ എന്ന നിലയിലുള്ള ഇമേജ് ആയിരുന്നു ബിനീഷിന് അക്കാലത്തുണ്ടായിരുന്നത്. ഞാൻ ഇല്ലാതാകുന്ന കാലം വരെ ഇതിങ്ങനെ തുടരും, ഞാൻ ഇല്ലാതെ കഴിഞ്ഞ കാലത്ത് തുടരും, അത്രേ ഉള്ളൂ. ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ നെയിൽ ടെസ്റ്റ് എടുത്തു, എന്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, എല്ലാം എടുത്തു. ടി.കെ. ഗോവിന്ദൻ വീട്ടിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്. എൻ്റെ അടുത്താണ് സൈബർ അറ്റാക്കിന്റെ കാര്യം പറയുന്നത്. പാർട്ടിയും ഇപ്പത്തി അതിനെ ഈ പറയുന്ന പോലെ ഈ തെറ്റിലത്തെ രേഖയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, അന്ന് പിണറായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ അന്ന് ബിനീഷിന് ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു 50 ലക്ഷം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടാവും ഇടതുപക്ഷത്തിന്. ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാൻ കാര്യം ചെയ്തിട്ടുള്ളത്. അമ്മയും അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കോടിയേരിയുടെ മരണത്തിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയില്ല. അല്ല, അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പക്ഷേ കോടിയേരിക്ക് മാത്രം അങ്ങനെയെന്നൊരു ചോദ്യമല്ലേ? കോടിയേരി അങ്ങനെ ഒരു വേദനയായിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കട്ടെ.